മെറ്റീരിയാലിറ്റി ധർമ്മനാഗരികത ത്രൂ മിലിറ്ററി ബേസിസ്. രാജ്യനാഗരികതയ്ക്ക് രാജ്യനാഗരികതയ്ക്ക് ഊന്നൽ കൊടുക്കുന്നു. ടൈം സാലറി വാങ്ങുന്നു. ടൈം സാലറി വാങ്ങുന്നത് നല്ലൊരു സോഫ്റ്റ്വെയർ. ടൈം സാലറി വാങ്ങാന്ന് പറഞ്ഞാൽ അതായിരിക്കും ഐ ടിക്കാരുടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റേഞ്ച്, ടൈം സാലറി. പക്ഷെ ഇത് ഇവിടെ ഉണ്ടാവാം. പക്ഷെ ഇത് ഇതിൻ്റെ അറ്റത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവർ പലത്തോട് തിരിഞ്ഞാൽ മതിയെന്നേ. അത് രാജ്യം അതിനൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി ഒരുക്കി കൊടുക്കുക. നമ്മുടെ ഐ ടിക്കാരെ ഈ ഇടത് ഐ ടി ബുദ്ധി, ഇടത് വെച്ചാൽ ഈ ഐ ടി ബുദ്ധിയിൽ ഇടതും വലതുമില്ല. ഇടതെന്ന് പറഞ്ഞ ബുദ്ധി മാത്രമേ ഉള്ളൂ. അവർക്ക് ഐ ടി നോളജ് കൊടുക്കുക ഈ ദേശീയതയിലൂടെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിട്ട്. അവർ നമ്മുടെ രാജ്യസ്നേഹികളാവുകയാണെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും ഈ രാജ്യം നന്നാവുക. അവരൊരു ബുദ്ധി വർക്ക് ചെയ്യണ പ്ലാറ്റ്ഫോമുകൾ റൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണ്ട ഞാൻ പറയണത്. ഞാനന്ന് ഈ ആകാശ് എന്ന് പറഞ്ഞൊരു പേര് പറയാൻ കാരണം ഈ ഇങ്ങനൊരു പേര് ആകാശ് എന്ന് തോന്നുന്നു. ആളൊരു ഞാൻ ഈ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ട്യൂഷൻ്റെ ചെറിയ പരിപാടികളൊപ്പം തന്നെ നമ്മൾ HDFC ബാങ്കിൻ്റെ ഒരു സേവിങ്സ് ബാങ്ക് ചേർക്കാന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി മൂലം അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കാണുന്നു. മറ്റേ മാനേജറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളല്ല അവർ രണ്ടാളും ഈ ഏറ്റവും വലിയ പോളിസിയെ കുറിച്ച് സംസാരിക്കുന്ന മാനേജർ രണ്ട് മനോഹരമായിട്ട് ഇദ്ദേഹം വേണ്ടാന്ന് പറയുന്നു. രണ്ടാളൊരു പോളിസി എടുക്കുന്നു. പോളിസി അല്ല, ഒരു അക്കൗണ്ട് എടുക്കുന്നു, ഒരു ആവറേജ്. ഇദ്ദേഹം മാനേജർ പറഞ്ഞ ഏറ്റവും വലിയ അക്കൗണ്ടിൽ എടുക്കുന്ന ആള് ഏറ്റവും പൈസയുടെ ഒരു ആവറേജ്. ഈ തനി ലോ ആണോ എന്ന് നമുക്ക് അറിയില്ല, എനിക്ക് ഓർമ്മ കിട്ടണില്ല, അതാണ് പറയാനത്. അതൊരു ആവറേജ് ഒന്ന് കൂട്ടാം, ഒരു ബേസിക്സ്. എന്നിട്ട് ആള് പറയാണ് മാനേജർ മുമ്പിൽ വെച്ചിട്ട്, വേറെ ബാങ്കിലേക്ക് അക്കൗണ്ട് ഉണ്ട് ഒരുപാട്, പക്ഷെ എൻ്റെ മോനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ ഒരു അങ്ങനെ ഒരു എനിക്ക് ആദ്യം ഒരു കെയർ ഓഫ് കിട്ടിയതാണ്. എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു. ആ മാനേജർ മുമ്പിൽ വെച്ചിട്ട് ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എൻ്റെ റിലേഷൻ ഈ ബാങ്കിങ് മേഖലയിൽ സൂപ്പറായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ബാങ്കുകൾക്ക് സ്റ്റാർട്ടപ്പുകളുണ്ട്, എനിക്ക് സഹകരണ ബാങ്കുകൾക്ക് വരെയുണ്ട് സ്റ്റാർട്ടപ്പുകൾ. അപ്പോൾ ബാങ്കുകാരൊരു വിഷമം വേണ്ട. നിങ്ങൾ തൊട്ട് മുകളിൽ നിങ്ങളും സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ഒരു നിങ്ങളുടെ സൊസൈറ്റിയിൽ കാണുന്നൊരു സംഭവത്തെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജോലി കളഞ്ഞ് ടെൻഷൻ അടിപ്പിച്ച് നശിപ്പിക്കാനുള്ളൊരു സിസ്റ്റം നിങ്ങൾ തൊട്ട് മുകളിലുണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ ഭയക്കണ്ടേന്നാണ് ചോദിക്കണേ. നിങ്ങളങ്ങനെ ഫീൽ ചെയ്യണ്ട? നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അധർമ്മത്തിനെതിരെ രോഷം കൊള്ളണമെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിൽ ഇടപെടുമ്പോൾ അത് നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഗ്യാങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ഗ്രൂപ്പിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഈ സാധനം ഈ ഗ്രൂപ്പിൽ ചെറിയ പോയിന്റ് ഓഫ് നെഗറ്റീവ് നിങ്ങളെ പിടയ്ക്കണം, നിങ്ങളെ അറ്റാക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞു, നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് ആ സാലറി വാങ്ങുന്ന ദിവസത്തിലാണ്, വൈകിക്കണത് അവിടേക്ക് വരെ എത്തിക്കും. നിങ്ങളെ ജോലിനെ ബാധിക്കുന്ന അർത്ഥം. ആ സിസ്റ്റം ഇവിടെ ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം ഏതാണെന്ന് സോഷ്യൽ മീഡിയയിലെ വിവരമുള്ള സ്ത്രീകൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ എന്തെല്ലാം നടന്നെന്നുള്ളത്. ഇതിപ്പോൾ ഒരു സർക്കാരിൻ്റെ കേസുകളോ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ നാട്ടിൽ. നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നോക്കിയേ. നിങ്ങൾ ബ്രിട്ടീഷുകാരെ ബുദ്ധി എങ്ങനെയല്ല ഓടിക്കണമെന്ന് വിചാരിക്കും. അതിലിപ്പോൾ ജാതിയോ മതമൊന്നും ഇല്ലെന്നേ. ആ ബ്രിട്ടീഷ് റൂൾസ് അവർ നമ്മളെ ഇവിടുന്ന് സമ്പത്ത് കൊണ്ടുപോകാനായിട്ട് നശിപ്പിച്ചു വെച്ച എല്ലാം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യൊരു അധർമ്മത്തിനെതിരെ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പോ അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്കൊരു ഫീല്?
മൈക്ക് ഒരെണ്ണം വാങ്ങാന്ന് വിചാരിച്ചായിരുന്നു. മൈക്ക് വേണ്ടെന്ന് തോന്നണം. ഇത് ഞാനിനി ഹെഡ്സെറ്റ് വെച്ച് കേട്ടോ കിട്ടാ. ഞാൻ ഒന്ന് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അപ്ലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് വരണുള്ളൂ. ഈ ടൈം സാലറി വാങ്ങലും ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി മിലിറ്ററിക്ക് കൊടുത്തിട്ട് ഇവർ പോണതും ഒരു ഉഗ്രൻ സെക്യൂരിറ്റി ലെവലിൽ, ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് വേറെ എവിടെ ഇല്ല. ഈ ടൈപ്പ് പാസിങ്, സ്റ്റാൻഡേർഡ് പാസിങ് നിങ്ങൾ സ്വപ്നം കാണുമ്പോഴും എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറച്ച് നോക്കി ഇത് എവിടെ ഏതെങ്കിലും രാജ്യത്തുണ്ടോന്നും, അതില്ല. പിന്നുള്ളത് ക്യൂബയില് 7,000 രൂപയ്ക്ക് ഇവിടെ ഡോക്ടർമാർ നമ്മുടെ അടുത്ത് ഇനി വലിയ അഭ്യാസം ഇറക്കി നമുക്ക് ഗവൺമെൻറ് ഇന്നലെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ ബേസിക് മൈന്യൂട്ടായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് പണി പഞ്ചായത്തുകളിൽ, ഏറ്റവും അടുത്തുള്ള കുറച്ച് പഞ്ചായത്തുകൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് പണി ഡോക്ടർമാർ അങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണേ. ഞാൻ വിശ്വസിക്കണില്ല ഏതെങ്കിലും ഡോക്ടർ ഒരു രോഗിയാവാൻ കൊതിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളത് ഈ നാട്ടിൽ. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തേക്കാണ് ഇവരെ ഈ ഇത്ര കോടിയൊക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ട്. അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തലമുറയിൽ അത് ഉണ്ടാവാണ്ടിരിക്കണ്ടേ? നിങ്ങൾ എവിടെയെങ്കിലും ആദ്യം ധർമ്മത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ധർമ്മം, ഹിന്ദു, ഇതിപ്പോ നിങ്ങൾ സാഹിത്യ ലോകങ്ങളൊക്കെ നോക്കിയോളൂട്ടോ. എല്ലാം ഒരു സംസ്ഥാനത്തെ എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു ബുദ്ധി ഇവർക്കില്ല. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു മീഡിയ ബുദ്ധി ഇവർക്കില്ല. ഇപ്പൊ ഇതിനെ കുറിച്ചൊരു പ്രോഗ്രാം എല്ലാ ചാനലും കൂടി ഒരുമിച്ച് ചെയ്യില്ല. ഇവർക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ 5 ചാനലുകാരായിട്ട് നിൽക്കാലോ അവർക്ക്. ഇവർ നിൽക്കില്ല. ഇവര് ഏതോ ഇതിൽ തന്നെ ഈ 10 കൊല്ലം മുമ്പത്തെ ഏതോ ബുദ്ധിയിൽ തന്നെ നിൽക്കുകയാണ്. അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വഴക്ക് കൂട്ടേണ്ട കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്നേഹത്തിൻ്റെ ഒരു ഗെയിമിൽ നിന്നാൽ മതി. സ്നേഹം പോകുന്നുള്ള പേടി, സ്നേഹം പോകുന്നുള്ള പേടി. അല്ലെ ശ്രീനിവാസന്റെ അഴകിയ ഇത് കണ്ടപ്പോൾ സ്നേഹം പോകുന്നുള്ള പേടി. പക്ഷെ ആള് മോഹൻലാലിലേക്ക് കളിയൊക്കെ സമയം അത്രയ്ക്കും ഇദ്ദേഹത്തിൻ്റെ മക്കൾ വളർന്നു, ആ ഒരു സിനിമ ഫീൽഡിലുണ്ട്, ആ ഒരു ടെൻഡറനുസരിച്ച് പടങ്ങളുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ശോഭനായിട്ടുള്ള ആദ്യ സിനിമ നന്നായിരുന്നു, നല്ല സ്പീഡ്. ശോഭനയ്ക്ക് ഇഷ്ടമായി അഭിനയിക്കാൻ. ആ സിനിമ കണ്ടിട്ടില്ലേ? പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സാംസ്കാരിക ഉയർച്ച മൊത്തത്തിലുണ്ടായിട്ടില്ല. ഈ മോഹൻലാലിനൊക്കെ ഒരു സുപ്രഭാതത്തിൽ സിനിമാക്കാരെന്നെ കളിയാക്കാന്ന് പറയുമ്പോഴേ, അല്ല ആ ഇൻഡസ്ട്രീനെ എത്ര കൊല്ലമായിട്ട് അവർക്ക് പേഴ്സണലി ഓരോ നിങ്ങളുടെ ഇഷ്ടം പോലെ അവർക്ക് ഉണ്ടാവാം. ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇൻഡസ്ട്രീനെ പിടിച്ചെടുത്താൻ ഒരുപാട് അധ്വാനം ചെയ്തിട്ടുള്ള ആൾക്കാരാ. അപ്പം അവരൊക്കെ നമ്മുടെ പെട്ടെന്ന് മറ്റേ സിനിമയിൽ, പത്മശ്രീ സിനിമയിലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കളിയാക്കേണ്ട ഒരു ഇതൊന്നും അല്ല. അത് അല്ലെങ്കിൽ താങ്കളുടെ കല മനസ്സിലാക്കാനുള്ള പൂരത്തിലെ എൻട്രി പോലെ ഉണ്ട്. ക്യാമറ വെച്ചിട്ട് പൂരത്തിലെ എൻട്രി ഇല്ലേ ചേട്ടൻ്റെ, ഒന്നും അറിയാത്ത പോലുള്ള വരവ്.
അല്ലെങ്കിൽ ഇതിനനുസരിച്ച് കല വളരണം. ചേട്ടൻ ചെയ്ത സാധനം സൂപ്പറാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. ആ മൂഡിൽ ചെയ്യാൻ പാടുള്ളൂ. അവരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടതെന്ന്. സിനിമയിലുള്ളവരെ കളിയാക്കുമ്പോൾ അത് പറഞ്ഞത് മാത്രമേ സിനിമേനെ കുറിച്ച് പെട്ടെന്ന് വന്നു, അതുകൊണ്ട് സിനിമേനെ കുറിച്ച് സംസാരിച്ചു. വേറെ ഒരു പ്രശ്നമില്ല, നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അത് വേറെ കേസ്. ഈ മിലിറ്ററി ബേസിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ IT-ക്കാർ ഗവൺമെന്റിന് കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് അവിടുന്ന് സാലറി വാങ്ങിയിട്ട് ഇതിന്റെ സംഭവം വാങ്ങിയിട്ട് ഈ പട്ടാളക്കാരുടെ ഈ പറയുന്ന നാഗരികത നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ മിലിറ്ററി ബേസിൽ നിങ്ങൾക്കൊരു പാസിംഗ് ഉണ്ട്. അവിടെ ഒരു പാസിംഗ് എന്തായാലും മൈഗ്രേഷൻ അല്ലേ, എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേഷനോട് ചിന്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ ഒരു ലെവല് അവരുടെ ചിന്തകൾ കണ്ടില്ലേ. റേഡിയേറ്റർ ഘടിപ്പിച്ചിട്ട് മൈഗ്രേഷൻ നടത്തുന്ന ഇവരെ കണ്ടുപിടിച്ച് തലമുറകൾ കഴിഞ്ഞിട്ട് ഈ തലമുറയിൽ തന്നെ ഒരു പിടിച്ചാണ് പരീക്ഷിക്കാൻ. ഒരു പരീക്ഷണ അറ്റം പോണ മൈഗ്രേഷൻ്റെ അറ്റം മനസ്സിലാവണ്ട. ഇവർ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇത് സംഭവം തന്നെയാണ്. ഇത് എന്ത് മാറ്റങ്ങൾ ഇതിലുണ്ടായെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഞാൻ വരച്ച് കാണിക്കണില്ല. ഞാൻ വരച്ച് കാണിച്ചാൽ എനിക്ക് പേടിയാവും. നല്ലൊരു മൈഗ്രേഷൻ്റെ റേഡിയേറ്റർ ഘടിപ്പിക്കുന്ന ബുദ്ധി ഇവരെ ബേസാണ് ഞാൻ പറയണത്. ഈ പക്ഷിയുടെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അറിയാണ്ടാണ് ഇവർ വേറെ തലമുറ ഈ സംസ്കാരത്തിലൂടെ കൂട്ടിമുട്ടിയിട്ട് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഉറപ്പിക്കുന്നത്, ഇവിടെ തൊട്ട് ഇവിടെ വരെ. അല്ലാണ്ട് ഇതിന് പിന്നാലെ ആര് പോണു? ഇവന്മാരെ ബുദ്ധി നോക്ക്. ഞാൻ ഇന്ന് മുഖം കാണിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീഡിയോ എൻ്റെ മുഖം കാണും, ഇതൊരു ക്ലാസ്സിൻ്റെ ഒരു രീതിയാണല്ലോ. കാരണം മുഖം കാണുന്നില്ല, പക്ഷെ റൂമിലുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മളതിൽ അടക്കി ഒതുക്കി വയ്ക്കാൻ പറ്റിയില്ല. നമ്മളിത്തിരി എന്താ പറയുക, ഈ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം ഇത്തിരി തിരക്കിലായിരുന്നു. അതായത് അതിന് മടിയായിട്ടില്ല. പുസ്തകങ്ങൾ അടക്കി ഒതുക്കുന്ന ഷെൽഫ് വേണം. പക്ഷെ അങ്ങനത്തെ ഒരു നിങ്ങൾ പറയുന്ന അവനിലേക്ക് ഒതുങ്ങുന്ന ചിന്താഗതി വരുന്ന ഒരു ഇതൊന്നും നമുക്ക് വന്നില്ല. നമ്മൾ ഈ സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങൾ തേടിക്കൊണ്ടിരുന്നു. എല്ലാവരും മനുഷ്യന്മാരാണെന്ന് ഒരു മതങ്ങളിലൂടെ പറഞ്ഞിട്ട് എന്താ കാര്യം?